രണ്ട് മലയാളികൾ ടീമിൽ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ വർഷം കളിക്കുമ്പോൾ സഞ്ജു ക്യാപ്റ്റനാണ്, ദേവദത്ത് പടിക്കലെ കളിക്കുന്നുണ്ട്. അപ്പം സഞ്ജു മലയാളത്തിൽ പറയും ദേവ എന്നൊക്കെ വിളിച്ചിട്ട് റോബിൻ ഉത്തപ്പ കളിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ ഈ ഫീൽഡിൽ മലയാളം സംസാരിച്ച് എന്തെങ്കിലും അനുഭവമോ മറ്റുള്ളവർക്ക്? ഞങ്ങൾ മലയാളമേ സംസാരിക്കാറുള്ളൂ, അവരെയും കൂടെ മലയാളം സംസാരിപ്പിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോ എല്ലാരെയും ഹാരി പാച്ചിനെ ക്യാപ്റ്റനെയൊക്കെ ഞങ്ങൾ ഫുള്ള് മലയാളം ഇരുത്തി സംസാരിപ്പിക്കും. ഫുള്ള് ഞങ്ങൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അവര് ചോദിക്കും എന്താ പറഞ്ഞേ. അപ്പൊ ഒരു 10-15 ദിവസം എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ ഒരു സുഖമാണോ ഞങ്ങൾ പഠിപ്പിച്ചു. പിന്നെ എന്ത് ചെയ്യുക അങ്ങനത്തെ കുറച്ച്. അപ്പൊ അവർക്ക് മലയാളം എല്ലാവർക്കും പഠിക്കാൻ ഒരുവിധം ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പറയുന്നത് എന്താന്ന് മനസ്സിലാവില്ല. ഇപ്പൊ ചേച്ചി ബോൾ ചെയ്യുകയാണെങ്കിലും ഞാൻ ബാറ്റ് ചെയ്യണം, ഞങ്ങള് പുറത്തുനിന്ന് വിളിച്ചു പറയുന്ന മലയാളത്തിലായിരിക്കും. അപ്പൊ അവര് പെട്ടെന്ന് ചോദിക്കും എന്താ പറഞ്ഞേ. ഞങ്ങൾ മാക്സിമം മലയാളത്തിൽ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഞങ്ങളുടെ ഭാഷ അല്ലാണ്ട് വേറെ നല്ലൊരു ഭാഷ ആ ടീമിലില്ല. മലയാളം പഠിച്ചു ആരെങ്കിലും ഒക്കെ? ഇല്ല, മലയാളം അത്ര പഠിച്ചിട്ടില്ല. എന്നാലും അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പഠിപ്പിക്കാൻ സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. തീർച്ചയായും പഠിപ്പിക്കാനും പഠിക്കാനും ഒരുപാട് സമയം കിടക്കുകയാണ്. ഈ നമ്മൾ നേരത്തെയൊക്കെ ഇന്ത്യൻ ടീമിൽ ഒരു മലയാളി എന്നൊക്കെ പറയുമ്പോൾ ടിനിയോ ഹനാൻ വന്നു, അതിനുശേഷം ശ്രീശാന്ത് വന്നു, സഞ്ജു വന്നും പോയിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഓരോ ആളുകൾ അങ്ങനെ രണ്ട് മലയാളികൾ ഒരുമിച്ച് വന്നു. മിന്നുമണിയും ടീമിലൊക്കെ തൊട്ടുമുമ്പ് കളിച്ചിരുന്നു. അപ്പൊ 3 മലയാളികളൊക്കെ ഏത് നിമിഷവും ഇന്ത്യൻ ടീമിൽ ഒരുമിച്ച് വരാമെന്നുള്ളത് അതെങ്ങനെ തോന്നുന്നു കേരള ക്രിക്കറ്റ് വളർച്ച? ശരിക്കും എനിക്ക് തോന്നുന്നു ഇനി വരും വർഷങ്ങൾ അതൊരു ഇപ്പൊ നമുക്ക് വളരെ ഒരു വലിയ ന്യൂസായിട്ട് തോന്നുന്നെങ്കിൽ ഇനി വരും വർഷങ്ങൾ അതൊക്കെ ഒരു നോർമൽ ന്യൂസായി മാറണം. കാരണം ഒരു 4 മലയാളികൾ ഒരുമിച്ച് ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത്, കർണാടക കളിക്കും, തമിഴ്നാട് കളിക്കും. ഓഫ് കോഴ്സ് അതിപ്പോ ഓൾറെഡി ഓൾമോസ്റ്റ് വിമൻ ക്രിക്കറ്റിൽ സ്പെസിഫിക്കലി അത് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരും വർഷങ്ങൾ ഒരു 4 മലയാളികൾ ഇന്ത്യൻ ടീമിൽ ഒരുമിച്ച് കളിക്കാന്ന് പറഞ്ഞാൽ അതൊരു നോർമലായി മാറും. അത് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. മലയാളം കൂടുതൽ ഗ്രൗണ്ടിൽ കേൾക്കും. തീർച്ചയായും കേൾക്കും ഭാവിയില്. ഓസ്ട്രേലിയൻ ടീമൊക്കെ വരുമ്പോൾ അവരെ മലയാളത്തിൽ നമുക്കൊന്ന് വരട്ടാനൊക്കെ പറ്റുമോ? സ്ലെഡ്ജിങ് മലയാളത്തിലായാലും സ്ലെഡ്ജിങ് മലയാളത്തിലാവാം. പിന്നെ ഒരുപാട് അവര് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകത്തോണ്ട് പിന്നെ കരയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരുപാട് മലയാളം റീൽസുകൾ എടുക്കണം. ഭാവിയിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. നമ്മുടെ സഞ്ജു ചേട്ടൻ ചാനലിനൊക്കെ വെച്ച് ചെയ്യുന്ന പോലെ ഞാനും ആശ ചേച്ചി അവരെ വെച്ച് കുറച്ച് റീൽസ് ഒക്കെ എടുത്ത് വൈറലാവാനുള്ള പ്ലാനൊക്കെ ഉണ്ട്.